പരമ്പര പോലെ വളരെ നിസ്സാരമായി ഇന്ത്യക്ക് ഏകദിന പരമ്പരയും സ്വന്തമാക്കാം എന്നൊരു ആത്മവിശ്വാസം ഇന്ത്യൻ കോച്ച് ഗംഭീറിനുണ്ടായിരുന്നു. എന്നാൽ ആ ആത്മവിശ്വാസം തകരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ അപ്രതീക്ഷിത പരാജയം വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പ്രതികരിച്ചു. രണ്ടാം ഏകദിനത്തിൽ 32 റൺസിനാണ് ഇന്ത്യ പരാജയം നേരിട്ടത്. ഈ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന്റെ വിലയിരുത്തലുമായി എത്തിയിരിക്കുകയാണ് ടീം നായകനായ രോഹിത് ശർമ്മ. മത്സരം പരാജയപ്പെടുന്നത് വേദന തന്നെയാണ്. ഇത് വെറും 10 ഓവറുകളുടെ കാര്യമല്ല. സ്ഥിരതയാർന്ന ക്രിക്കറ്റ് കളിക്കുന്നതിൽ ഇന്ന് ഞങ്ങൾ പരാജയപ്പെട്ടു. ഇങ്ങനെ സംഭവിച്ചതിൽ അല്പം നിരാശയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്നായിരുന്നു രോഹിത് പറഞ്ഞത്. മധ്യഭാഗത്ത് ഇടത് വലത് കോമ്പിനേഷനുകൾ നല്ലതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 6 വിക്കറ്റ് നേടിയ ജെഫ്രി വാൻഡർസേയ്ക്ക് അഭിനന്ദനങ്ങൾ. എനിക്ക് 65 റൺസ് ലഭിക്കാൻ കാരണം ഞാൻ ബാറ്റ് ചെയ്ത രീതിയാണ്. ആ രീതിയിൽ ഒരുപാട് റിസ്കുകളുണ്ട്. എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മധ്യ ഓവറുകളിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പവർ പ്ലേയിൽ പരമാവധി റൺസ് എടുക്കണം. ഞങ്ങൾ മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത്. മധ്യനിരയിലെ ഞങ്ങളുടെ പ്രകടനത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടായേക്കാം എന്നും രോഹിത് കൂട്ടിച്ചേർത്തു. അതേസമയം ജെഫ്രി തന്നെയാണ് ശ്രീലങ്കയുടെ യഥാർത്ഥ വിജയശില്പി. 10 ഓവറിൽ 33 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റ് എടുത്ത ജെഫ്രി ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിയുകയായിരുന്നു. കാരണം ജെഫ്രി എടുത്ത 6 വിക്കറ്റും ഇന്ത്യൻ മുൻനിര ബാറ്റർമാരുടേതാണ്. അതുകൊണ്ട് തന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് ജെഫ്രി തന്നെയായിരുന്നു. ഇന്ത്യൻ ബാറ്റർമാർ മികച്ച തുടക്കം തന്നെയായിരുന്നു തുടങ്ങിയത്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ശ്രീലങ്കയ്ക്ക് സാധിച്ചു. ഇന്ത്യയുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും മിന്നും ഫോമിലായിരുന്നു. പക്ഷേ വൈസ് ക്യാപ്റ്റനായ ഗില്ലിന് അധികം സമയം ഗ്രീസിൽ നിൽക്കാൻ സാധിച്ചില്ല. 44 പന്തിൽ 35 റൺസ് നേടി പുറത്താകേണ്ടി വന്നു. ഗില്ലിന് പിന്നാലെ ശിവം ദുബെ 0-ന് പുറത്തായി. മൂന്നാമനായി ക്രീസിലെത്തിയ വിരാട് കോഹ്ലി 19 പന്തിൽ 14 റൺസോടെ ജെഫ്രിയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി. ശ്രേയസ് അയ്യർ 7 റൺസിനും KL രാഹുൽ റണ്ണൊന്നുമില്ലാതെയും പുറത്തായതോടെ ഇന്ത്യ പതറി. ആദ്യം പുറത്തായ 6 പേരുടെയും വിക്കറ്റുകൾ നേടിയത് ജെഫ്രി തന്നെയാണ്. ഇതിനിടെ അക്സർ പട്ടേൽ ഇന്ത്യയെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടായിരുന്നു. 44 പന്തിൽ 44 റൺസ് നേടിയ അക്സറിനെ പുറത്താക്കി അസലങ്ക ആതിഥേയർക്ക് ബ്രേക്ക് ത്രൂ നൽകി. വാഷിംഗ്ടൺ സുന്ദറിനെയും മുഹമ്മദ് സിറാജിനെയും അസലങ്ക പുറത്താക്കി. അർഷ്ദീപ് സിംഗ് റൺഔട്ട് ആയതോടെ 7.4 ഓവർ ശേഷിക്കെ ഇന്ത്യ 32 റൺസിന്റെ തോൽവി രുചിച്ചു. ഇന്ത്യയുടെ മധ്യനിരയിലെ തകർച്ചയാണ് ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ചത് എന്നാണ് പല ക്രിക്കറ്റ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതേസമയം മൂന്നാമത്തേതും അവസാനത്തേതുമായ ഏകദിന മത്സരം ഓഗസ്റ്റ് 7-നാണ്.